ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കൊച്ചിയുടെ ചരിത്രത്തിലെ മായാത്ത ഒരേടായ ഇന്നും നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന ഒരു പേരിനെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളിൽ പലരും ദിവസവും ബസ് കയറുമ്പോഴോ കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴോ പറയുന്ന ഒരു പേരുണ്ട്, മേനക. മേനകയിൽ ഇറങ്ങണം, മേനക ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപക്ഷെ വിചാരിക്കുന്നത് അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേരാണെന്നായിരിക്കും, അല്ലെങ്കിൽ അതൊരു ബസ് സ്റ്റോപ്പിന്റെ മാത്രം പേരാണെന്ന്. എന്നാൽ ആ പേരിന് പിന്നിൽ കൊച്ചിയുടെ സിരകളിൽ രക്തം പോലെ ഒഴുകിയ ഒരു സിനിമാ ചരിത്രമുണ്ട്. അതാണ് മേനക തിയേറ്റർ. കായലിന്റെ കാറ്റേറ്റ് സിനിമയുടെ വിസ്മയലോകം തീർത്ത ആ പഴയ മേനക തിയേറ്ററിന്റെ കഥ കേവലം ഒരു കെട്ടിടത്തിന്റെ കഥയല്ല. അത് കൊച്ചി എന്ന നഗരം എങ്ങനെ വളർന്നു, എങ്ങനെ മാറി എന്നതിന്റെ കൂടി ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കൊച്ചി എന്നും സിനിമയെ സ്നേഹിച്ച നഗരമാണ്. എറണാകുളത്തിന്റെ പഴയ കാലഘട്ടത്തിലേക്ക്, അതായത് 1940കളിലേക്കും 50കളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ വിരലിൽ എണ്ണാവുന്ന വിനോദോപാധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്താണ് നഗരത്തിൽ സിനിമാ കൊട്ടകൾ തലയുയർത്തി തുടങ്ങിയത്. ലക്ഷ്മൺ തിയേറ്റർ, പത്മ തിയേറ്റർ, ശ്രീധർ തിയേറ്റർ എന്നിവയായിരുന്നു അക്കാലത്തെ പ്രമുഖർ. ഇതിൽ ലക്ഷ്മൺ തിയേറ്റർ 1944ലും പത്മ 1946ലുമാണ് ഷേണായ് കുടുംബം ആരംഭിച്ചത്. ഇവയോടൊപ്പം തന്നെ കൊച്ചിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു മേനക തിയേറ്ററും. ഇന്നത്തെ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ഷൺമുഖം റോഡ് അന്ന് ഇന്നത്തെ പോലെയല്ല. കായലിന്റെ ഓളങ്ങൾ തൊട്ടു തലോടിയിരുന്ന കാറ്റാടി മരങ്ങൾ അതിരിട്ടിരുന്ന ഒരു പ്രദേശം. അവിടെയാണ് മേനക തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കായിരുന്നു അത്. എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തിന് ഇന്നും മേനക എന്ന് തന്നെയാണ് പേര്. തിയേറ്റർ പോയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ പേര് ജനമനസ്സുകളിൽ നിന്ന് മായ്ക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല. മേനക തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് അതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. കായലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തിയേറ്ററിനുള്ളിൽ എപ്പോഴും നല്ല കാറ്റ് ലഭിക്കുമായിരുന്നു. പഴയ ആളുകൾ പറയുന്നത് മേനക തിയേറ്ററിന് നാച്ചുറൽ എയർ കണ്ടീഷനിങ് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് സിനിമ തുടങ്ങുന്നതിന് മുൻപും ഇടവേളകളിലും ജനലുകൾ തുറന്നിടും. കായലിൽ നിന്നുള്ള തണുത്ത കാറ്റ് തിയേറ്ററിനുള്ളിലേക്ക് അടിച്ചു കയറും. AC ഇല്ലാതിരുന്ന കാലത്ത് പോലും ആ കാറ്റ് നൽകിയ സുഖം ഒന്ന് വേറെ തന്നെയായിരുന്നു. അക്കാലത്ത് കൊച്ചിയിലെ യുവാക്കളുടെയും കുടുംബങ്ങളുടെയും പ്രധാന വിനോദം സിനിമ കാണുക എന്നത് മാത്രമായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലല്ലോ. വൈകുന്നേരങ്ങളിൽ ഷൺമുഖം റോഡിലൂടെ നടക്കുക, കപ്പലണ്ടി കുറിക്കുക, പിന്നെ മേനകയിലോ ശ്രീധറിലോ പോയി ഒരു സിനിമ കാണുക. ഇതായിരുന്നു അന്നത്തെ ലൈഫ് സ്റ്റൈൽ. മേനക തിയേറ്റർ കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ടതാകാൻ മറ്റൊരു പ്രധാന കാരണമുണ്ട്. അവിടെ പ്രദർശിപ്പിച്ചിരുന്ന സിനിമകൾ. മലയാളം സിനിമകൾക്ക് പുറമെ ഇംഗ്ലീഷ് സിനിമകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന തിയേറ്റർ ആയിരുന്നു മേനക. ഹോളിവുഡ് ആക്ഷൻ ചിത്രങ്ങളും ക്ലാസിക്കുകളും കാണാൻ കൊച്ചിയിലെ എലൈറ്റ് എന്ന് വിളിക്കാവുന്നവരും സാധാരണക്കാരും ഒരുപോലെ അവിടെ എത്തിയിരുന്നു. തൊട്ടടുത്തുള്ള ശ്രീധർ തിയേറ്ററും ഇംഗ്ലീഷ് സിനിമകൾക്ക് പേര് കേട്ടതായിരുന്നുവെങ്കിലും മേനകയ്ക്കും ഉണ്ടായിരുന്നു അതിൻ്റെതായ ഒരു ഫാൻ ബേസ്. ഞായറാഴ്ചകളിലെ മോർണിംഗ് ഷോകൾ പലപ്പോഴും ഇംഗ്ലീഷ് സിനിമകൾക്കായി നീക്കിവെച്ചിരുന്നു. പഴയ തലമുറയിലെ പത്രപ്രവർത്തകരും സിനിമാ പ്രേമികളും ഓർക്കുന്നത് മക്കനാസ് ഗോൾഡ്, എൻ്റർ ദി ഡ്രാഗൺ തുടങ്ങിയ വിശ്വവിഖ്യാത ചിത്രങ്ങൾ കൊച്ചിയിൽ തരംഗം സൃഷ്ടിച്ച കാലഘട്ടത്തെയാണ്. അന്ന് ടിക്കറ്റിന് 50 പൈസയോ മറ്റോ ആയിരുന്നു നിരക്ക് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷേ അന്ന് അതൊരു വലിയ തുക തന്നെയായിരുന്നു. കൊച്ചിയുടെ ഗതാഗത ചരിത്രത്തിലും മേനക തിയേറ്ററിന് വലിയൊരു പങ്കുണ്ട്. ഇന്നും കൊച്ചിയിലെ ബസ്സുകളിൽ ബോർഡ് വെച്ചിരിക്കുന്നത് ജെട്ടി, മേനക, പത്മ എന്നിങ്ങനെയാണ്. ജെട്ടി എന്നത് ബോട്ട് ജെട്ടിയെയും, മേനക എന്നത് മേനക തിയേറ്ററിനെയും, പത്മ എന്നത് പത്മ തിയേറ്ററിനെയും കുറിക്കുന്നു. പുറത്തു നിന്നും വരുന്ന ഒരാൾക്ക് മേനക എന്ന ബോർഡ് കാണുമ്പോൾ തോന്നും അതൊരു സ്ത്രീയുടെ പേരാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണ കഥാപാത്രത്തിന്റെ പേരാണെന്ന്. പക്ഷെ കൊച്ചിക്കാർക്ക് അത് നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. ഒരു കാലത്ത് ബസ്സിൽ കണ്ടക്ടർമാർ മേനക മേനക എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ ഇറങ്ങാൻ തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടമുണ്ടായിരുന്നു. സിനിമ കാണാൻ മാത്രമല്ല, നഗരത്തിലെ മറ്റാവശ്യങ്ങൾക്കും ആളുകൾ ആശ്രയിച്ചിരുന്നത് മേനക ജംഗ്ഷനെ ആയിരുന്നു. 1970കളും 80കളും മേനക തിയേറ്ററിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. എന്നാൽ 1980കളുടെ അവസാനത്തോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. കൊച്ചി എന്ന നഗരം വളരുകയായിരുന്നു. എറണാകുളം ഒരു മെട്രോ നഗരമായി മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സ്ഥലവില കുതിച്ചുയർന്നു. മറൈൻ ഡ്രൈവ് വികസന പദ്ധതികൾ വന്നു. GCDAയുടെ നേതൃത്വത്തിൽ കായൽ നികത്തി പുതിയ മറൈൻ ഡ്രൈവ് വാക്വേയും കെട്ടിടങ്ങളും പണിയാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു. ഈ സമയത്താണ് സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത്. ടെലിവിഷന്റെയും VCRന്റെയും വരവ് സിനിമാ തിയേറ്ററുകളിലെ തിരക്ക് കുറച്ചു. മാത്രമല്ല, നഗരത്തിന്റെ പ്രധാന ഭാഗത്തുള്ള ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം വെറും ഒരു തിയേറ്റർ മാത്രമായി നിലനിർത്തുന്നത് ലാഭകരമല്ല എന്ന ചിന്ത ഉടമകൾക്കും ഡെവലപ്പർമാർക്കും വന്നു തുടങ്ങി. വാണിജ്യ ആവശ്യങ്ങൾക്കായി, ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കായി ആ സ്ഥലം ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ലാഭം വളരെ വലുതായിരുന്നു. അങ്ങനെ കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട മേനക തിയേറ്റർ പൊളിച്ചു നീക്കാൻ തീരുമാനമായി. അത് പലർക്കും ഒരു വേദനയായിരുന്നു. ഒരുപാട് പ്രണയങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാക്ഷിയായ ആ കെട്ടിടം മണ്ണോട് ചേർന്നു. ആ സ്ഥാനത്ത് ഉയർന്നു വന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന പെൻഡ മേനക എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. 1990കളുടെ തുടക്കത്തിലാണ് പെൻഡ മേനക പ്രവർത്തനം ആരംഭിക്കുന്നത്. മേനക എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനു മുൻപിൽ പെൻഡ എന്നുകൂടി ചേർത്തു.
ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നതോടെ ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. കേരളത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സ്റ്റോറി ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഒന്നായിരുന്നു ഇത്. എയർ കണ്ടീഷൻ ചെയ്ത കടകൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ. ആദ്യകാലത്ത് അവിടെ ഉണ്ടായിരുന്ന വൺ വേ എസ്കലേറ്റർ കാണാൻ മാത്രം ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ എന്നിവയെല്ലാം പെൻഡാമേനകയെ പെട്ടെന്ന് തന്നെ പ്രശസ്തമാക്കി. വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ, പെർഫ്യൂമുകൾ, ഇലക്ട്രോണിക്സ് എന്നിവ വാങ്ങാൻ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി. മേനക തിയേറ്റർ സിനിമയുടെ കേന്ദ്രമായിരുന്നെങ്കിൽ പെൻഡാമേനക ഇലക്ട്രോണിക്സിന്റെയും മൊബൈൽ ഫോണുകളുടെയും കേന്ദ്രമായി മാറി. കൊച്ചിയിലെ ഗ്രേ മാർക്കറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ മൊബൈൽ ഫോണുകളുടെയും സ്പെയർ പാർട്സുകളുടെയും വലിയൊരു വിപണിയായി അത് വളർന്നു. പഴയ മേനക തിയേറ്റർ നിന്ന അതേ മണ്ണിൽ നിന്ന് തന്നെ പുതിയ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യകൾ വിറ്റഴിക്കപ്പെട്ടു. മേനക തിയേറ്റർ പോയെങ്കിലും ഇന്നും ആ പേര് മായാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ തിയേറ്റർ ജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനം കൊണ്ടാണ്. ഒരു പക്ഷേ പെൻഡാമേനക എന്ന പേര് വന്നില്ലായിരുന്നുവെങ്കിൽ പോലും ആ ജംഗ്ഷൻ മേനക എന്ന് തന്നെ അറിയപ്പെടുമായിരുന്നു. ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് തിരക്കേറിയ റോഡുകളും മൊബൈൽ കടകളും വലിയ കെട്ടിടങ്ങളുമാണ്. പഴയ ആ നാച്ചുറൽ എയർ കണ്ടീഷനിങ് തരുന്ന കാറ്റ് ഇന്ന് അവിടെ കിട്ടില്ല. മറൈൻ ഡ്രൈവ് വാക്ക്വേ വന്നതോടെ കായൽ കുറച്ചുകൂടി അകലേക്ക് മാറി. എങ്കിലും കണ്ണടച്ചു നിന്നാൽ പഴയ തലമുറയ്ക്ക് ആ ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കും ഇന്റർവെൽ സമയത്തെ കപ്പലണ്ടി കച്ചവടവും സിനിമ തുടങ്ങുമ്പോഴുള്ള ആവേശവും ഓർത്തെടുക്കാൻ സാധിക്കും. ലക്ഷ്മൺ തിയേറ്റർ പോയി, അവിടെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വന്നു. മൈമുൻ തിയേറ്റർ അടച്ചു പൂട്ടിക്കിടക്കുന്നു. കോക്കേസ് തിയേറ്റർ ചരിത്രമായി. ഷേണായിസും പത്മയും നവീകരിച്ച് മൾട്ടിപ്ലക്സുകളായി മാറി. പക്ഷേ മേനക തിയേറ്റർ മാത്രം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സായി രൂപാന്തരപ്പെട്ടു. എന്നിട്ടും മേനക എന്ന പേര് മാത്രം ഒരു ബ്രാൻഡ് പോലെ നിലനിൽക്കുന്നു. ചരിത്രം എന്നത് കല്ലിലും സിമെന്റിലും തീർത്ത കെട്ടിടങ്ങൾ മാത്രമല്ല, അത് മനുഷ്യരുടെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. മേനക തിയേറ്റർ ഇന്ന് അവിടെ ഇല്ലായിരിക്കാം, പക്ഷേ കൊച്ചിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ അതിനൊരു വലിയ സ്ഥാനമുണ്ട്. ഒരു കാലഘട്ടത്തെ മുഴുവൻ വിനോദിപ്പിച്ച, ലോക സിനിമകളെ കൊച്ചിയിലെത്തിച്ച, നഗരജീവിതത്തിന് നിറം പകർന്ന ആ പഴയ തിയേറ്ററിനെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. പുതിയ കാലത്ത് മൾട്ടിപ്ലക്സുകളുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും ഇടയിൽ ജീവിക്കുമ്പോഴും ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററിൽ കൂട്ടുകാരോടൊപ്പം പോയി സിനിമ കണ്ടിരുന്ന ആ പഴയ കാലത്തിന്റെ നിഷ്കളങ്കതയും ആവേശവും ഒന്ന് വേറെ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു മേനക. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും മേനക എന്ന ബോർഡ് വെച്ച ബസ് കാണുമ്പോഴോ പെൻഡാമേനകയിൽ മൊബൈൽ നന്നാക്കാൻ പോകുമ്പോഴോ ഒരു നിമിഷം ഓർക്കുക, ഇവിടെ ഈ മണ്ണിൽ ഒരു കാലത്ത് സ്വപ്നങ്ങൾ വിറ്റഴിച്ചിരുന്ന ഒരു സിനിമാ കൊട്ടക ഉണ്ടായിരുന്നു. കൊച്ചിയുടെ ഹൃദയമിടിപ്പായിരുന്ന മേനക തിയേറ്റർ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.